ജയകുമാരി നാട്ടിലേക്ക് ഫോൺ ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്തയുടൻ ജയദേവൻ ചോദിച്ചു, മോളെ, അവിടെ എന്താണ് പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ അർജുന് ചേർന്ന് ജയന്റെ കമ്പനിയിൽ ചെന്ന് അവനെ തല്ലിയെന്ന് കുറച്ചു മുമ്പ് സഹദേവൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു. നേരാണച്ചാ, ഞാൻ ജയേട്ടനെ തല്ലി. ഏ, എന്തിന്? അർജുൻ ചേട്ടനെ ജയൻ ചേട്ടനും കൂട്ടുകാരും തല്ലി. എന്നെ കൊണ്ടുപോയി വിടാൻ ചെന്നപ്പോ ചീത്ത വിളിച്ചുകൊണ്ട് തല്ലാൻ ചെന്നു. എന്തു പറഞ്ഞാലും നീ അവനെ തല്ലിയോ മോളെ? അർജുൻ ചേട്ടൻ എന്റെ കാണപ്പെട്ട ദൈവമാണച്ചാ. അത്രമേൽ ത്യാഗം സഹിച്ചാണ് എന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. ജയൻ പറയുന്നു നീ ഇപ്പോഴും അവന്റെ തടങ്കലിലാണെന്ന്. ജയൻ ചേട്ടൻ വട്ടാണ്, മുഴുവട്ട്. അർജുൻ ചേട്ടൻ എനിക്ക് ഒത്തിരി ഡ്രസ്സ് എടുത്തു തന്നു. നഷ്ടപ്പെട്ടു പോയ ആഭരണങ്ങൾക്ക് പകരം പുതിയത് വാങ്ങി തന്നു. നീ പറയുന്നത് സത്യമാണോ കുഞ്ഞെ? അതെ അച്ഛാ, അച്ഛൻ കൊടുത്ത കേസ് പിൻവലിക്കണം, എങ്കിലേ എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. കേസ് പിൻവലിക്കാനുള്ള അവന്റെ അടവാണോ? ഇനി ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അച്ഛാ, പോലീസിന്റെ ശല്യം മൂലം അർജുൻ ചേട്ടന് വീട്ടിൽ എത്താൻ പറ്റുന്നില്ല. എന്റെ പൊന്നച്ഛനല്ലേ, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുകയില്ല, നാട്ടിലേക്ക് വരികയുമില്ല. ശരി. ജയദേവൻ ജ്യേഷ്ഠന്റെ വീട്ടിൽ ഓടിയെത്തി വിവരങ്ങൾ പറഞ്ഞു. അപ്പോ സഹദേവൻ പറഞ്ഞു, എടാ, ഇതെല്ലാം പെണ്ണിനെ കൊണ്ട് അവൻ പറയിപ്പിക്കുന്നതാ. അല്ലെങ്കിൽ ജയന്റെ നേരെ നിൽക്കാത്തവള് അവനെ തല്ലുമോ? അതുകൊണ്ട് കേസ് പിൻവലിക്കണ്ട. അർജുൻ അവൾക്ക് തുണിയും ആഭരണങ്ങളും വാങ്ങിക്കൊടുത്തെന്ന് പറയുന്നു. അത് കേട്ടാൽ അറിഞ്ഞൂടെ കളവാണെന്ന്? അവളെ വെച്ച് ബിസിനസ് നടത്തുന്നവൻ കുറെ മുക്കുകൊണ്ട വാങ്ങിക്കൊടുത്തു കാണും. ചേട്ടാ, അങ്ങനെ പറയരുത്, വേദനയോടെ ജയദേവൻ പറഞ്ഞു. അവളെ ഭർത്താവ് ചുവന്ന തെരുവിൽ വിറ്റെന്നും അർജുൻ മോചിപ്പിച്ചെന്നും തന്നെയല്ലേ അവൾ പറഞ്ഞത്? പിന്നെന്താടാ നാട്ടിലേക്ക് പെണ്ണിനെ വിടാത്തത്? അപ്പോ എന്തോ കള്ളക്കളി ഉണ്ടെന്ന് വ്യക്തം. ഇപ്പൊ എന്താ ചെയ്യുക? കേസ് പിൻവലിക്കാൻ പാടില്ല. അത്ര വലിയ മനസ്സിന്റെ ഉടമയാണെങ്കിൽ അർജുൻ പെണ്ണിനെ നാട്ടിൽ പറഞ്ഞുവിടട്ടെ. ജ്യേഷ്ഠൻ പറയുന്നതാണ് ശരി എന്ന് ജയദേവന് തോന്നി. മകൾ വിളിച്ചപ്പോൾ ശാന്തമായ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി. ജയകുമാരിയെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ തനിക്ക് നിർഭയനായി ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ട് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്ന് അർജുൻ വിചാരിച്ചു. അവൻ ജയകുമാരിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അവൾ നാട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറായിക്കൊണ്ട് ചോദിച്ചു, ഞാൻ നാട്ടിലെത്തുമ്പോ ചേട്ടന്റെ വീട്ടിൽ പോകാം, എനിക്ക് അഡ്രസ്സ് എഴുതി തരണം. മറുപടി പറയാതെ അവൻ നിസ്സഹായനെ പോലെ അവളെ നോക്കി. എന്താ ചേട്ടാ, ഞാൻ വീട്ടിൽ പോകുന്നതില് എതിർപ്പുണ്ടോ? എനിക്ക് വീടുണ്ട്, അവിടെ ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും അനാഥരായിരുന്നോ? അല്ല, വിധി എന്നെ അനാഥനാക്കി. പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്നവനാണ് ഞാൻ. ചെറുപ്പത്തിൽ നാട് വിട്ടു, പല പണികൾ ചെയ്ത് ട്രാവൽ ഏജൻസി തുടങ്ങി. പിന്നെ പിന്നോട്ട് നോക്കേണ്ടി വന്നില്ല. അഞ്ജലിയെ പഠിപ്പിച്ച് BSc നേഴ്സാക്കി. അവൾക്ക് ഗൾഫിൽ പോകണമെന്ന മോഹം. വിസ ശരിയാക്കി. അവൾ ഇവിടെ എത്തിയതിന്റെ പിറ്റേ ദിവസം മലബാറി ബാബുവും അജീതും തട്ടിക്കൊണ്ടുപോയി. വിവരമറിഞ്ഞ് അമ്മ അന്ന് തന്നെ കുഴഞ്ഞു വീണു മരിച്ചു. ഞാൻ പെങ്ങളെ വിറ്റ് കാശുണ്ടാക്കിയെന്ന് നാട്ടിൽ കിംവദന്തി പറഞ്ഞു. അച്ഛൻ ആത്മഹത്യ ചെയ്തു. എന്റെ പെങ്ങളെ കണ്ടുപിടിച്ച് നാട്ടിൽ കൊണ്ടുപോകണമെന്ന വാശിയായിരുന്നു. 1 വർഷത്തെ നീണ്ട അന്വേഷണം. ട്രാവൽ ഏജൻസി നഷ്ടപ്പെട്ടു, ഒരു ഫ്ലാറ്റ് വിറ്റു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എനിക്ക് ആരുമില്ലാതായി. ഇപ്പോ നീയും പോവുകയാണ്. അവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ജയകുമാരിയും കരഞ്ഞുപോയി. അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതാവസാനം വരെ ചേട്ടന് ഞാനുണ്ടായിരിക്കും. അവരെല്ലാവരും തന്ന സ്നേഹം ഞാൻ ഒറ്റയ്ക്ക് ചേട്ടന് തരും. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി. പെട്ടെന്ന് തിരുത്തിക്കൊണ്ടവൾ തുടർന്നു, ഒടുവിൽ പറഞ്ഞതിന് ഞാൻ യോഗ്യയല്ല, ഞാൻ പിഴച്ചവളാണ്. എന്റെ ചേട്ടന് നല്ല സുന്ദരി പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. വേണ്ട മോളെ, ഇനി എനിക്ക് ഒരു ജീവിതം വേണ്ട. ഞാൻ കൊലയാളിയാണ്. ഒരാളെ കൂടി കൊല്ലാൻ അവസരം നോക്കിയിരിക്കുകയാണ്. പിന്നെ വാക്കുകൾ മുഴുമിപ്പിക്കാതെ അവൻ നിർത്തി. പറയ് ചേട്ടാ, നിന്നെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യണം. അവർ ജീവിച്ചിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നീ നാട്ടിലെത്തി എന്നറിഞ്ഞ കനകരാജും സത്യവ്രതനും നിന്നെ കൊല്ലാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ പുറത്തു പോകരുത്. അവൾ സമ്മതിച്ചു. അവർ പാർക്കിൽ നിന്നും എഴുന്നേറ്റു. ബാഗ് വാങ്ങി ഡ്രസ്സുകളും ആഭരണങ്ങളും അതിൽ വെച്ചു. പ്ലെയിൻ ടിക്കറ്റ് ട്രാവൽ ഏജൻസിയിൽ നിന്നും വാങ്ങി. ടാക്സി പിടിച്ച് എയർപോർട്ടിലെത്തി. അവൾ കയറിയ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം പറന്നുയർന്നപ്പോൾ അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. വീണ്ടും അവൻ ഏകനായി. തലേ രാത്രിയിലെ കൊലപാതകം അവന്റെ മനസ്സിൽ ഓടിയെത്തി.
മിസ്സിസ് ഡിസൂസയ്ക്ക് ഫോൺ ചെയ്തു. നീ എവിടെയാണ് അർജുൻ? എന്താ ആന്റി, വല്ല പ്രശ്നവുമുണ്ടോ? പോലീസ് വീണ്ടും വന്നിട്ട് പോയി. അങ്കിൾ എവിടെ? ഇവിടെ ഉണ്ട്, ഉറങ്ങുകയാ. ആന്റിയോട് വല്ലതും പറഞ്ഞോ? വല്ല പ്രശ്നവും? പോലീസ് കടൽക്കരയിൽ നിന്നും ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോയി. അവന്റെ എതിരാളികൾ കൊന്നതാണെന്നാ പോലീസ് നിഗമനം. ഈവനിംഗ് ന്യൂസിൽ വാർത്തയുണ്ടായിരുന്നു, ടിവിയിലും കാണിച്ചു. പെണ്ണെവിടെ? നാട്ടിലേക്ക് കയറ്റിവിട്ടു. വെരി ഗുഡ്. അവൾ ഒപ്പമുണ്ടായ ഒന്നും നടക്കില്ല. മറ്റേയാൾ വിളിച്ചോ? ഇല്ല. എന്താടാ നിന്റെ ശബ്ദത്തിനൊരു വ്യത്യാസം? അവൾ പോയതിന്റെ വിഷമാണോ മോനെ? അതും ഉണ്ടാൻറ്റി. അവൾ നിന്റെ ലക്കി സ്റ്റാർ ആണ്. അവൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ മറ്റവനെ കാണാൻ കഴിഞ്ഞത്. അവളുടെ പൂർവ്വചരിത്രം ഓർക്കണ്ട. നീ അവളെ കല്യാണം കഴിക്കണം. ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചാണ്. എന്നാ വേണ്ട ആന്റി, അവൾ എന്റെ അഞ്ജലിയാണ്. നീ എപ്പോ വരും? ഉടനെ വരികയാണ് എന്നവൻ മറുപടി പറഞ്ഞെങ്കിലും നാട്ടിലെത്തിക്കഴിഞ്ഞ് ജയകുമാരിയുടെ ഫോൺ വരട്ടെ എന്ന് അവൻ തീരുമാനിച്ചു. സന്ധ്യ മയങ്ങിയപ്പോൾ ജയകുമാരി ചന്ദ്രഗിരിയിലുള്ള അവളുടെ വീട്ടിലെത്തി. അവളെ കണ്ടപ്പോൾ നാടിളകി. അവൾ അപ്രത്യക്ഷയായ കഥ ഇതിനോടകം പത്രങ്ങൾ വാർത്തയാക്കി കഴിഞ്ഞിരുന്നു. അവൾ തിരിച്ചെത്തിയ വിവരം ആരോ പത്രം ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. പത്രക്കാരും എത്തി. ചോദിച്ചവരോടെല്ലാം അവൾ ഒറ്റ ഉത്തരം മാത്രം പറഞ്ഞു. തന്നെ രക്ഷപ്പെടുത്തിയ അർജുൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ. അയാൾ താമസിക്കുന്ന സ്ഥലവും അറിഞ്ഞുകൂടാ. ജയകുമാരി പ്രതീക്ഷിച്ചതുപോലെയല്ല സംഗതി നീങ്ങിയത്. വിവരമറിഞ്ഞ് പോലീസ് എത്തി. അവളെ ചോദ്യം ചെയ്തു. മുംബൈയിൽ എത്തിയ ഉടൻ തന്നെ ഭർത്താവ് ചുവന്ന തെരുവിൽ തന്നെ വിറ്റെന്നും സന്ദർശകനായ ഒരു യുവാവ് രക്ഷിച്ചെന്നുമല്ലാതെ തനിക്കൊന്നും അറിഞ്ഞുകൂടെന്ന് അവൾ പറഞ്ഞു. ആദ്യത്തെ കേസ് പിൻവലിച്ചിട്ട് ജയകുമാരിയുടെ ഭർത്താവിന്റെ പേരിൽ കേസ് തരാൻ പറഞ്ഞിട്ട് പോലീസുകാർ പോയി. രാത്രി 11 മണിയോടെ പത്രക്കാരും നാട്ടുകാരും ബന്ധുക്കളും പിരിഞ്ഞുപോയി. ജയദേവനും ജയകുമാരിയും മാത്രമായി. അവൾ അർജുനെ ഫോണിൽ വിളിച്ച് കുറെ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് സംഭവിച്ചതെല്ലാം ജയദേവനോട് പറഞ്ഞു. മകൾ പറയുന്നത് ഉൾക്കിടിലത്തോടെയാണ് അയാൾ കേട്ടുകൊണ്ടിരുന്നത്. അയാളുടെ രക്തത്തിന് ചൂട് പിടിച്ചു. സിരകളിലേക്ക് രക്തം ഇരച്ചു കയറി. മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. ജയദേവൻ അടുക്കളയിലേക്ക് പാഞ്ഞു കയറി വെട്ടുകത്തിയെടുത്തു. അച്ഛൻ എന്തിനാ വെട്ടുകത്തിയെടുത്തത്? ജയകുമാരി ചോദിച്ചു. ഇന്ന് രാത്രി തന്നെ ആമാരഞ്ഞ കൊല്ലു, അവൾ ശാന്തമായി പറഞ്ഞു. അച്ഛാ, അവരെ ഒന്നും ചെയ്യാൻ അച്ഛന് കഴിയുകയില്ല. വലിയൊരു ചങ്ങലയിലെ 2 കണ്ണികൾ മാത്രമാണ് അവർ. അവരെ ഞാൻ നേരിട്ടുകൊള്ളാം. നീയോ? അതെ, ഞാൻ തന്നെ. മോളെ, നിന്റെ ജീവിതം ഇനി എന്ത് ജീവിതം? നിർവികാരത നിറഞ്ഞ അവളുടെ കണ്ണുകളിലേക്ക് ജയദേവൻ നോക്കി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങളടിച്ച് കരയാൻ തുടങ്ങി. രാത്രി 12 മണിയായപ്പോൾ മജീദിന്റെ ജ്യേഷ്ഠൻ അർജുനെ ഫോൺ വിളിച്ചു. ഹലോ. യെസ്, അഡ്വക്കേറ്റ് കരൺ ഗൗഡയാണ്. സർ, ഞാൻ മജീദിന്റെ അണ്ണനാണ്. ബാബു ഇവിടെ? അവനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. മജീദിന്റെ കാര്യം എന്തായി? അവൻ 1 മണിക്കുള്ള ഫ്ലൈറ്റിൽ പുറപ്പെടുകയാണ്. ഫ്ലൈറ്റ് നമ്പർ പറഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചു. ഒരു കുഴപ്പവുമില്ലല്ലോ? ഇല്ല. പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ മറ്റൊരു പാസ്പോർട്ടിൽ ഞാൻ അവനെ കയറ്റിവിടാം. ഇവിടെ എയർപോർട്ടിൽ ഞാൻ ഉണ്ടായിരിക്കും. എന്നെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ പറയാം. ഫോൺ മജീദിന് കൊടുക്ക്. അയാൾ ഫോൺ മജീദിന്റെ കയ്യിൽ കൊടുത്തു. ഹലോ സർ, മജീദാണ് സംസാരിക്കുന്നത്. മിസ്റ്റർ മജീദ്, ഞാൻ അറൈവലിന്റെ പുറത്ത് കാത്തു നിൽക്കും. എന്റെ കക്ഷത്ത് ഒരു ചുവന്ന തൊപ്പി ഉണ്ടായിരിക്കും. അഥവാ എന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർക്കിങ്ങിൽ ചുവന്ന മാരുതി കാർ ഉണ്ടായിരിക്കും. കാറിന്റെ നമ്പറും അർജുൻ പറഞ്ഞു കൊടുത്തു. സാറേ, പോലീസിന്റെ പ്രശ്നം വല്ലതുമുണ്ടോ? നാളെ പോലീസ് അങ്ങോട്ട് വരാനിരിക്കുകയാണ്. അവിടെ വന്ന് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരന് കൊടുങ്ങും. അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് എത്തിയാൽ മതി. ഓക്കെ സർ, ഇനി നേരിട്ട് കാണാം. ഫോൺ ബന്ധം നിലച്ചു. അർജുൻ മിസ്സിസ് ഡിസൂസയെ വിളിച്ചു. ആന്റി, അങ്കിൾ എവിടെയാണ്? നല്ല ഫിറ്റായി കിടക്കുകയാണ്. വേഗം എയർപോർട്ടിൽ എത്താൻ പറയണം. ചുവന്ന തൊപ്പി എടുക്കാൻ മറക്കരുതെന്ന് പറയണം. നോക്കട്ടെ, എഴുന്നേക്കുമെന്ന് തോന്നുന്നില്ല. ജയകുമാരി നാട്ടിലെത്തിയോ? ഉവ്, അവൾ വിളിച്ചിരുന്നു. നാളെ രാവിലെ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. മിസ്സിസ് ഡിസൂസ ഫോൺ വെച്ചിട്ട് മദ്യലഹരിയിൽ കൂർക്കം വിളിച്ചിറങ്ങുന്ന പെരേരയെ പലതവണ വിളിച്ചിട്ടും അയാൾ ഉണർന്നില്ല. തണുത്ത വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തളിച്ചു. പെരേര കണ്ണുകൾ തുറന്നു. വാട്ട് ഹെൽ യു ആർ ഡൂയിങ് റോസ്? ദേഷ്യത്തോടെ വിൽസൺ പെരേര ചോദിച്ചു. അർജുൻ വിളിക്കുന്നു. എത്രയും പെട്ടെന്ന് റെഡ് ഹാറ്റും എടുത്തുകൊണ്ട് എയർപോർട്ടിൽ എത്തണം. നോ!
കൈകൊണ്ട് മുഖം തുടച്ചിട്ട് പെരേര തിരിഞ്ഞു കിടന്നു. ഹേയ് വിൽസൺ, വേക്ക് അപ്പ്, ഹീസ് വെയിറ്റിംഗ് ഫോർ യു. അയാളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് മിസ്സിസ് ഡിസൂസ വീണ്ടും പറഞ്ഞു, യു ഷട്ട് അപ്പ്. വിൽസൺ പെരേര അലറി. ഇനി വിളിച്ച ചീത്തവിളിയും തല്ലും ഉറപ്പാണെന്ന് മിസ്സിസ് ഡിസൂസയ്ക്ക് അറിയാം. അവർ നിസ്സഹായതയോടെ അയാളെ ഒരു നിമിഷം നോക്കി നിന്നിട്ട് അർജുന് ഫോൺ ചെയ്തു. അർജുൻ, വിൽസൺ വരില്ല, അവൻ ഒരു വെളിവുമില്ല, ഇനി വിളിച്ച അവൻ വയലന്റ് ആവും. മിസ്സിസ് ഡിസൂസയുടെ മറുപടി കേട്ട് അവൻ നിരാശനായി പോയി. എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോടെ എയർപോർട്ടിൽ എത്തിയ അർജുൻ സ്തംഭിച്ചു പോയി. മലബാറി ബാബുവിന്റെ കൂട്ടുകാർ 4 പേരും നിൽക്കുന്നു. മലബാറി ബാബുവിനെ കൊണ്ട് ഗൾഫിലുള്ള മജീദിനെ വിളിപ്പിച്ചയുടൻ അവൻ ഭയന്നുപോയി. ഉടൻ തന്നെ മജീദ് കൂട്ടുകാരന് ഫോൺ ചെയ്തു. ഹാജി അലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിറങ്ങിയതിനാൽ തെളിഞ്ഞ പാറപ്പുറത്ത് മലർന്നു കിടക്കുകയായിരുന്ന സൂര്യൻ ഫോൺ എടുത്തു. ഹലോ, ആരാ? ഞാനാടാ മജീദ്. ബാബു എവിടെ? ഒരു ഓപ്പറേഷന് പോയിരിക്കുക. എടാ, അവൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ബാബുവിനെ വിളിക്കാം. വേണ്ട, ഞാൻ അണ്ണനെ കൊണ്ടൊന്ന് വിളിപ്പിക്കാം. മജീദ് തന്റെ സഹോദരനെ കൊണ്ട് വിളിപ്പിച്ചു. അപ്പോൾ അഡ്വക്കേറ്റ് കരൺ ഗൗഡ എന്ന പേരിൽ അർജുനാണ് സംസാരിച്ചത്. വീണ്ടും മജീദ് സുഹൃത്തിനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. പല കേസുകളിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ ഏതു കേസുമായി ബന്ധപ്പെട്ടാണ് ബാബു കുരുങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മജീദിന് കഴിഞ്ഞില്ല. അവർ രാത്രിയിൽ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ബാബുവിനെ കാണാതിരുന്നപ്പോൾ തങ്ങളുടെ സംശയം ദൃഢപ്പെടുകയാണെന്ന് സൂര്യനും കൂട്ടുകാർക്കും മനസ്സിലായി. നേരം വെളുത്തപ്പോൾ കിട്ടിയ വാർത്ത അവരെ നടുക്കുകയും ചെയ്തു. അവർ താവളമടിച്ചിരിക്കുന്ന ഹാജി അലിയിൽ നിന്നും അധികം ദൂരെയല്ലാതെ വർലി സീഫേസിന്റെ വടക്കേ അറ്റത്ത് ബാബുവിന്റെ ജഡം കിടക്കുന്നു. പോലീസിന് സംശയം തോന്നാതെ ദൂരെ നിന്നുകൊണ്ട് നേതാവിന്റെ ജഡം കണ്ടു. ഒരു ടാക്സി പിടിച്ച് നെപ്പൽസി റോഡിലെത്തി. അവിടെ കടൽക്കരയിൽ ഇരുന്ന് തലേ ദിവസം 3 മണി നേരത്ത് മലബാറി ബാബുവിനെ കാണാൻ എത്തിയ മധ്യവയസ്കനെ അവർ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചു. ഒരു പിടിയും കിട്ടുന്നില്ല. അയാൾക്ക് ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല. അവർ ആകെ വിഷമിച്ചു. അവരുടെ സംശയത്തിന്റെ കണ്ണുകൾ വരദരാജനിലേക്ക് തിരിഞ്ഞു. അധോലോക നേതാവ് ഛോട്ടാ ഷുക്കൂർ കൊല്ലപ്പെട്ടതിന് ശേഷം നേതൃസ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ മലബാറി ബാബുവും വരദരാജനും അനുയായികളെ ഭാഗിച്ചുകൊണ്ട് വേർപിരിയുകയായിരുന്നു. അതിനുശേഷം അവർ പല സംഘടനകളും നടത്തി. വിജയം എപ്പോഴും വരദരാജനും സംഘത്തിനുമായിരുന്നു. മലബാറി ബാബുവിനോടൊപ്പം നിന്നത് ചെറുപ്പക്കാരായ 5 പേരായിരുന്നു. മജീദ് കഴിഞ്ഞാൽ സ്ഥാനം തമിഴ്നാട്ടുകാരനായ സൂര്യനായിരുന്നു. മലബാറി ബാബുവിനെ കൊല ചെയ്തത് വരദരാജനും സംഘവുമായിരിക്കുമെന്ന് സൂര്യനും കൂട്ടുകാരും കണക്കുകൂട്ടി. നെപ്പൽസി റോഡിൽ ഇരുന്ന് കുറെ നേരം ആലോചന നടത്തിയിട്ട് സൂര്യൻ ഗൾഫിലേക്ക് മജീദിനെ വിളിച്ച് മലബാറി ബാബു കൊല്ലപ്പെട്ട വിവരം പറഞ്ഞു. അവർ ഫോണിലൂടെ സംസാരിച്ച് തയ്യാറാക്കിയ വ്യാജ പദ്ധതിയാണ് മജീദിന്റെ തിരിച്ചുവരവ്. അവനെ എതിരേൽക്കാൻ ചുവന്ന തൊപ്പി കക്ഷത്ത് വെച്ചുകൊണ്ട് എയർപോർട്ടിൽ എത്തുന്ന മനുഷ്യനെ പിടികൂടാൻ എത്തിയതായിരുന്നു സൂര്യനും സംഘവും. VVIPകളുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ പോലെ അവർ ജാഗരൂകരായി 4 വശത്തേക്കും ദൃഷ്ടി പായിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അവരിൽ ആർക്കെങ്കിലും തന്നെ മുഖപരിചയം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അർജുൻ കാർ പാർക്കിങ്ങിലേക്ക് ഇറങ്ങി നടന്നു. മജീദ് പുറപ്പെട്ട വിവരം മറ്റുള്ള കൂട്ടുകാരെ അറിയിച്ചിട്ടുണ്ടെന്ന് തന്നെ അർജുൻ തീച്ചപ്പെടുത്തി. ചുവന്ന തൊപ്പി കക്ഷത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന കരൺ ഗൗഡിയെ തിരയുകയായിരിക്കും അവർ എന്ന് അർജുൻ വിചാരിച്ചു. അവരിൽ 2 പേർ തമ്മിൽ കൂടി ആലോചിച്ചിട്ട് ഒരാൾ കാർ പാർക്കിങ്ങിലേക്ക് നടന്നു വന്നു. പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ പരിശോധിക്കാൻ തുടങ്ങി. അവന് മുഖം കൊടുക്കാതെ അർജുൻ വഴിമാറി നടന്നു. പാർക്കിങ്ങിൽ നിന്നും ഇറങ്ങി ഹൈവേക്ക് സമീപം പോയി നിന്നു. പ്ലെയിൻ എത്തിച്ചേരാൻ 1 മണിക്കൂറിലധികമുണ്ട്. പെട്ടെന്ന് അവന്റെ മുമ്പിൽ ഒരു ചുവന്ന മാരുതി കാർ ചവിട്ടി നിർത്തി. അർജുൻ! കാറിനുള്ളിൽ നിന്നും മിസ്സിസ് ഡിസൂസ ഉറക്കെ വിളിച്ചു. അവരുടെ തലയിൽ ചുവന്ന തൊപ്പി. അവൻ പെട്ടെന്ന് കാറിൽ ചാടിക്കയറി. കാർ മുമ്പോട്ടെടുക്കാൻ തുനിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു, ആന്റി, ഡേഞ്ചർ! ഹാജി അലിയിൽ ഉണ്ടാകുന്നവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ കാർ കണ്ടാൽ അവർ പുകച്ചു കളയും. ഓ മൈ ഗോഡ്! വിൽസൺ വരാഞ്ഞത് വളരെ നന്നായി. ഇനി എന്തു ചെയ്യും? മിസ്സിസ് ഡിസൂസ ചോദിച്ചു. സെൻമൂർ ഹോട്ടലിന്റെ കോമ്പൗണ്ടിൽ കയറ്റി കാർ ഇടാം. അവൻ ഫ്ലൈറ്റിലുണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ അവനെ കാണുന്നവിടെ വെടിവെക്കും. ആന്റി ഗേറ്റിന് പുറത്ത് കാർ ഇറക്കിയിടണം. ഓടി വന്ന് ഞാൻ കാറിൽ കയറും. പിന്നെ അവർ പിടിച്ച? ഭയത്തോടെ മിസ്സിസ് ഡിസൂസ ചോദിച്ചു. ആന്റി എന്നെ പ്രതീക്ഷിച്ച് പിന്നെ നിൽക്കരുത്. കാറുമായി സ്ഥലം വിടുക. നോ, നീ അപകടത്തിൽപ്പെടുന്നത് കണ്ടിട്ട് കാർ വിട്ടു പോകാനോ? അതെ ആന്റി, ഞാൻ ഓടി വന്നില്ലെങ്കിൽ ആറ്റി പൊയ്ക്കൊള്ളണം. നോ, ഒന്നുകിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാനെത്തും. ആ ശരി,
ആന്റി ശ്രദ്ധയോടെ ഇരുന്നു കൊള്ളണം. അർജുൻ വീണ്ടും കാർ പാർക്കിങ്ങിൽ പ്രവേശിച്ച് അതിനുള്ളിലൂടെ ചുറ്റിക്കറങ്ങി നടന്നു. അപ്പോഴും മലബാറി ബാബുവിന്റെ കൂട്ടുകാർ എയർപോർട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു. അവരെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു ടാറ്റ സുമോ കാറിന്റെ ബമ്പറിൽ അർജുൻ ഇരുന്നു. കുറെ നേരം കൂടി കഴിഞ്ഞപ്പോൾ ഗൾഫിൽ നിന്നുള്ള പ്ലെയിൻ എത്തി. യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പുറത്തേക്കുള്ള വാതിലിന് ഇരുവശത്തും രണ്ടുപേർ നിലയുറപ്പിച്ചു. മുഴുവൻ യാത്രക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും അവർ എയർപോർട്ടിൽ ചുറ്റിപ്പറ്റി നടന്നു. അർജുൻ നിരാശനായി. അതോടൊപ്പം അവരുടെ വലയിൽ ചെന്ന് വീഴാതിരുന്നതിൽ സന്തോഷവും തോന്നി. മിസ്സസ് ഡിസോസയുടെ അടുത്ത് അവനെത്തി. എന്തു പറ്റി അർജുൻ? അവർ വന്നില്ല. നമുക്ക് പോകാം. ആന്റി, കേസ് പിൻവലിക്കാതെ എനിക്ക് വീട്ടിലേക്ക് വരാൻ കഴിയില്ല. നാളെ പകൽ കൂടി കഴിയട്ടെ. ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചോളാം. കാർ മുമ്പോട്ടെടുത്തു. മാഹിമിൽ എത്തിയപ്പോൾ അർജുൻ കാറിൽ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. രാവിലെ ഒരു മലയാളിയുടെ മുറുക്കാൻകടയിൽ തൂക്കിയിട്ടിരുന്ന പത്രം കണ്ട് അവൻ നടുങ്ങി. ഒന്നാം പേജിൽ ജയകുമാരിയുടെ ചിത്രം സഹിതമുള്ള വാർത്ത. പത്രം വാങ്ങി അവൻ ഒറ്റ ശ്വാസത്തിൽ വായിച്ചു. സത്യവ്രതനും കനകരാജും ഐസ്ക്രീം പാർലർ നടത്തുന്ന പ്രകാശും പത്രവാർത്ത കണ്ട് നടുങ്ങി. സത്യവ്രതനും കനകരാജും കൂടി ഐസ്ക്രീം പാർലറിലെത്തി. പാർലറിന്റെ രഹസ്യമുറിയിൽ 3 പേരും ഇരുന്നു. ഇനി അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല, സത്യവ്രതൻ തറപ്പിച്ചു പറഞ്ഞു. അത് നിസാര കാര്യമാണോടൂ. അവളെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയച്ചവൻ ആരാണെന്ന് അറിയണമല്ലോ. പത്രത്തിൽ അവന്റെ പേരുണ്ടല്ലോ, അർജുൻ. അർജുൻ അതോ ലോകത്തിലുള്ളവനാണെങ്കിൽ കളി മാറും. ഞാൻ സുരഭിയെ ഒന്ന് വിളിക്കട്ടെ. പ്രകാശ് മുംബൈയിലേക്ക് ഫോൺ ചെയ്തു. ഹലോ ആന്റി, ഞാൻ പ്രകാശ്. പ്രകാശ് ഭായി, ജയകുമാരിയെ കാണാനില്ല. അവളെ ഇവിടെ കൊണ്ടുവന്ന മലബാറി ബാബുവിനെ ആരോ കൊല ചെയ്തു. മലബാറി ബാബുവിനെ കൊല ചെയ്തെന്നോ? സത്യവ്രതൻ റിസീവർ പിടിച്ചു വാങ്ങിയിട്ട് ചോദിച്ചു. ആന്റി, ആരാ അവനെ കൊന്നത്? അറിയില്ല. സത്യവ്രതൻ റിസീവർ പ്രകാശിന്റെ കയ്യിൽ കൊടുത്തു. പ്രകാശ് സുരഭിയോട് പറഞ്ഞു, ജയകുമാരി നാട്ടിലെത്തിയിട്ടുണ്ട്. അതെയോ? അതെ, അർജുൻ എന്നു പേരുള്ള ഒരാളാണ് അവളെ രക്ഷിച്ചത്. പത്രങ്ങളിലെല്ലാം വാർത്ത വന്നിട്ടുണ്ട്. ഈ അർജുൻ ആരാണ്? ദാദയാണോ? അന്വേഷിക്കാം പ്രകാശേ. അവളെ ഇങ്ങ് പിടിച്ചു തരണം. ഞാൻ മുംബൈയിൽ നിന്ന് ആളെ അയക്കാം. അത് വേണ്ട, അവളെ ഞങ്ങൾ പിടിച്ചോളാം. മലബാറി ബാബുവിനെ കൊന്നത് ആരാണെന്ന് അറിയണമല്ലോ. അവൻ സത്യവ്രതന്റെ ഉറ്റ ചങ്ങാതിയാണ്. ആളെ വിടണമെങ്കിൽ പറയണം. എന്ത് വില കൊടുത്തും എനിക്ക് ജയകുമാരിയെ വേണം. 10 വർഷത്തിനുള്ളിൽ എന്റെ ആദ്യത്തെ അനുഭവമാണ്. എന്റെ ചാട്ടവാറിന്റെ രുചി അവളെ അറിയിച്ചിട്ട് കുന്നു ഞാൻ റെയിൽപാളത്തിൽ വെക്കും. അവളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കട്ടെ. അത് കഴിഞ്ഞ് അങ്ങോട്ട് വിടണോ ഇവിടെ വെച്ച് കഥ കഴിക്കണമെന്ന് തീരുമാനിക്കാം. അവളെ എനിക്ക് തരണം. എനിക്ക് അവളെ വേണം, ദൃഢസ്വരത്തിൽ പറഞ്ഞിട്ട് സുരഭി ഫോൺ വെച്ചു. ഏതാനും നിമിഷങ്ങൾ അവരുടെ ഇടയിൽ മൗനം തളം കെട്ടി കിടന്നു. ഒടുവിൽ മൗനം ഭഞ്ജിച്ചുകൊണ്ട് കനകരാജ് പറഞ്ഞു, ജയദേവൻ അടങ്ങിയിരിക്കുകയില്ല. ഏതോ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിന് എടുത്തു ചാടിയാനാണ് അയാൾ. മകൻ വെടിയേറ്റ് മരിച്ചിട്ടും പിന്മാറിയില്ല. ഇപ്പോ സ്വന്തം മകളുടെ കാര്യമാകുമ്പോ നമ്മുടെ പേര് അവൾ പത്രക്കാരോട് പറയാറുന്നത് ജയദേവൻ പറഞ്ഞിട്ടായിരിക്കും, സത്യവ്രതൻ അഭിപ്രായപ്പെട്ടു. ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേര് ആദ്യം വരേണ്ടതല്ലേ? തീർച്ചയായും. അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പ്രകാശ് പറഞ്ഞു, ജയകുമാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവൻ അധോ ലോകവുമായി ബന്ധമുള്ളവനാണ്. പത്രവാർത്തയും സുരഭി പറഞ്ഞതും തമ്മിൽ ചേർത്ത് വായിച്ചാൽ നമുക്ക് തിരിച്ചടി ഉറപ്പാണ്. അതൊരു പുതിയ കണ്ടുപിടുത്തമാണല്ലോ പ്രകാശേ. അതെ, ജയകുമാരി രക്ഷപ്പെട്ടു, മലബാറി ബാബു കൊല്ലപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവളെ രക്ഷപ്പെടുത്തിയവൻ മലബാറി ബാബുവിനെ കൊന്നു. അല്ലെങ്കിൽ ജയകുമാരി രക്ഷപ്പെട്ടയുടൻ മലബാറി ബാബു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? താൻ പറയുന്നത് ശരിയാണ്. കനകരാജ് പല്ലുകൾ ഞെരിച്ച് എഴുന്നേറ്റുകൊണ്ട് തുടർന്നു. ജയകുമാരിയെ നിശബ്ദയാക്കണം, അല്ലെങ്കിൽ നാറും. അതുമല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകും. വേണ്ടതുപോലെ പെട്ടെന്ന് പ്രവർത്തിക്കുക. അവളെ ജീവനോടെ കയ്യിൽ കിട്ടിയാൽ എന്നെ ഏൽപ്പിക്കണം. കനകരാജും സത്യവ്രതനും ഐസ്ക്രീം പാർലറിൽ നിന്നും പുറത്തേക്കിറങ്ങി. കാറിൽ കയറി ഇരുന്നിട്ട് കനകരാജ് ചോദിച്ചു, അവളെ പിടിച്ചു കൊടുക്കണോ തട്ടണോ? പിടിച്ചു കൊടുക്കാൻ നിൽക്കണ്ട, അവളെ തട്ടിയാ മതി. എല്ലാ പൊല്ലാപ്പും അതോടെ ഒതുങ്ങി കിട്ടും. എന്നാ അത് മതി. നീ വണ്ടി വിട്. കാലത്തെ മൂഡ് ഓഫായി. 2 എണ്ണം അടിച്ചിട്ട് സ്വസ്ഥമായി ഇരുന്ന് ആലോചിക്കാം. കനകരാജ് വണ്ടി ഓടിച്ച് ബാറിന്റെ മുമ്പിൽ നിർത്തി. 2 പേരും ബാറിൽ കയറി മദ്യപിച്ചു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് പിൻവലിച്ചിട്ട് ജയദേവൻ ആശുപത്രിയിൽ എത്തി ശാരദയെ കണ്ടു. മകൾ തിരികെ എത്തിയെന്ന് പറഞ്ഞിട്ട് അവളിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ഉച്ച കഴിഞ്ഞ് മകളെയും കൂട്ടി ആശുപത്രിയിൽ എത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കനകരാജ് കാർ ഓടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടത്. പിന്നീട് ഒന്നും ആലോചിച്ചില്ല. പെട്ടെന്നൊരു ഓട്ടോ പിടിച്ച് കാറിനെ പിന്തുടർന്നു.
കാർ ഒരു വീടിന്റെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറ്റി നിർത്തി. ഓട്ടോയിൽ നിന്നും ചാടിയിറങ്ങി ജയദേവൻ ഒറ്റ കുതിപ്പിന് കാറിനടുത്ത് പാഞ്ഞെത്തി. സർവ്വശക്തിയും എടുത്ത് കനകരാജിന്റെ മുഖത്ത് അയാൾ ഇടിച്ചു. ഇടിയേറ്റ കനകരാജ് അടുത്ത നിമിഷം വാതിൽ തുറന്ന് ആഞ്ഞു തൊഴിച്ചു. ഡോർ ചെന്നിടിച്ച് ജയദേവൻ മലർന്നടിച്ചു വീണു. പന്തികേടാണെന്ന് കണ്ട് ഓട്ടോ ചാർജ് പോലും വാങ്ങാതെ ഡ്രൈവർ തന്റെ വാഹനവുമായി സ്ഥലം വിട്ടു. കനകരാജും സത്യവ്രതനും കാറിൽ നിന്ന് ഇറങ്ങി. താടിയും മുടിയും വളർന്ന് പ്രാകൃത രൂപമായി തീർന്ന ജയദേവന് അവർക്ക് മനസ്സിലായില്ല. താഴെ വീണ് കിടക്കുന്ന ജയദേവൻ ചാടി എണീറ്റ് കനകരാജിന്റെ മുഖത്ത് വീണ്ടും ഇടിച്ചു. എന്നാൽ സത്യവ്രതൻ മിന്നൽ വേഗത്തിൽ കൈ തട്ടി മാറ്റിയിട്ട് ജയദേവനെ അടിച്ചു വീഴ്ത്തി. കാറിന്റെ ഡാഷിൽ നിന്നും കനകരാജ് റിവോൾവർ എടുത്ത് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, നീ ആരാടാ? നിനക്കെന്നെ അറിയില്ല അല്ലേടാ പട്ടി, നിന്നെ ഞാൻ കൊല്ലുമടാ. എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ട് ജയദേവൻ അലറി. ആ ശബ്ദം കനകരാജ് തിരിച്ചറിഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും താമസിച്ചില്ല. അവൻ റിവോൾവറിന്റെ കാഞ്ചി വലിച്ചു. എഴുന്നേക്കാൻ ശ്രമിച്ച ജയദേവൻ തലയിൽ വെടിയേറ്റ നിലത്ത് കിടന്ന് ഒന്ന് പിടഞ്ഞു. ഇവിടെ വെച്ച് കൊല്ലേണ്ടിയിരുന്നില്ല, പെട്ടെന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത്, സത്യവ്രതൻ ഭയം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. കനകരാജ് പെട്ടെന്ന് വീടിന്റെ ഉള്ളിലേക്ക് ചാടി കയറി. ഭാര്യയെയും കുട്ടിയെയും വിളിച്ചിറക്കി. കതക് പൂട്ടിയിട്ട് കാറിൽ കയറി. സത്യവ്രതനും കാറിൽ കയറി. ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും അവർ സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. കുറെ ദൂരം പിന്നിട്ടപ്പോൾ കാർ നിർത്തി. സത്യവ്രതൻ കാറിൽ നിന്ന് ഇറങ്ങി. കാർ പാഞ്ഞുപോയി. വീട്ടിലെത്തിയ ഉടൻ സത്യവ്രതൻ പ്രകാശിന് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. സംഭവ സ്ഥലത്ത് പോലീസ് പാഞ്ഞെത്തി. പ്രാന്താശുപത്രിയിൽ നിന്നും ഒരു ഓട്ടോ ഡ്രൈവറാണ് കൊല്ലപ്പെട്ടയാളെ കൊണ്ടുവന്നതെന്ന് ഒരാൾ പോലീസുകാരോട് പറഞ്ഞു. പോലീസ് മാനസികരോഗ ചികിത്സാ കേന്ദ്രത്തിൽ എത്തി അന്വേഷിച്ചു. ഇവിടെ നിന്നും ആരും ചാടിപ്പോയിട്ടില്ലെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. ഓട്ടോ ഡ്രൈവറെ പോലീസ് തപ്പിയെടുത്തു. മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ നിന്നാണ് അയാൾ ഇറങ്ങി വന്നതെന്ന് ഓട്ടോ ഡ്രൈവർ സമ്മതിച്ചു. അവനെയും കൊണ്ട് പോലീസ് മാനസിക ചികിത്സാ കേന്ദ്രത്തിലെത്തി. അവൻ വിശദമായി പറഞ്ഞ അടയാളങ്ങൾ കേട്ടപ്പോൾ ഒരു നേഴ്സ് പറഞ്ഞു, ശാരദയുടെ ഭർത്താവാണ്. അയാളുടെ പേര് ജയദേവൻ. രജിസ്റ്ററിൽ നിന്നും ജയദേവന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കണ്ടുപിടിച്ചു. ജയദേവന്റെ വീട്ടിലേക്ക് പോലീസ് ഫോൺ ചെയ്തു. ഹലോ, ജയദേവന്റെ വീടല്ലേ? അതെ, ജയകുമാരി മറുപടി പറഞ്ഞു. ജയദേവന്റെ ഭാര്യയല്ലേ മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ കഴിയുന്ന ശാരദ? പെട്ടെന്ന് ജയകുമാരിയുടെ മനസ്സിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞുപോയി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഹലോ, ചോദിച്ചു കേട്ടില്ലേ? ആശുപത്രിയിൽ നിന്നും പോലീസാണ് വിളിക്കുന്നത്. അതെ സർ, പറയൂ, എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? കുട്ടി ശാരദയുടെ മകളാണോ? അതെ സർ. ശാരദയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല, അച്ഛൻ ആശുപത്രിയിലേക്ക് രാവിലെ പോയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധുക്കളാരും അടുത്തില്ലേ? ഉണ്ട്, വിളിക്കാം. അവൾ ഓടിച്ചെന്ന് വലിയച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. ഹലോ, ഞാൻ ജയദേവന്റെ ജ്യേഷ്ഠനാണ്. എന്താണ് സർ? ഞാൻ ടൗൺ എസ് ഐ സോമനാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ അനുജൻ ജയദേവനാണെന്ന് തോന്നുന്നു. ഒരാൾ ടൗണിൽ വെച്ച് ഇപ്പൊ കൊല്ലപ്പെട്ടു. ഏ? പെട്ടെന്ന് മാനസികരോഗ ചികിത്സാ കേന്ദ്രത്തിൽ എത്തുക. എസ് ഐയുടെ ശബ്ദം ജയകുമാരി കേട്ടു. ആദ്യം കരച്ചിൽ വന്നെങ്കിലും അവൾ കടിച്ചമർത്തി ധൈര്യത്തോടെ സഹദേവന്റെ കൂടെ കാറിൽ ചന്ദ്രഗിരിയിൽ നിന്നും പുറപ്പെട്ടു. 6 കിലോമീറ്റർ അകലെയാണ് മാനസിക രോഗ ചികിത്സാ കേന്ദ്രം. അവർ പെട്ടെന്ന് അവിടെ എത്തി. പോലീസിനോടൊപ്പം കനകരാജ് താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിന്റെ മുമ്പിലെത്തി. ജയകുമാരി അച്ഛന്റെ ജഡത്തിലേക്ക് നോക്കി പതറാതെ നിന്നു. സഹദേവൻ ജഡം തിരിച്ചറിഞ്ഞതായി പോലീസിനോട് പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ ചന്ദ്രഗിരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അവിടെ നിന്നും സബ് ഇൻസ്പെക്ടർ തോമസ് സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി. സബ് ഇൻസ്പെക്ടർ തോമസിൽ നിന്നും ജയദേവനെ പറ്റിയും മകൾ ജയകുമാരിയെ പറ്റിയും ടൗൺ സബ് ഇൻസ്പെക്ടർ സോമൻ മനസ്സിലാക്കി. അദ്ദേഹം ജയകുമാരിയുമായി കുറെ നേരം സംസാരിച്ചു. പ്രതികളെ പറ്റി തനിക്ക് യാതൊരു ഊഹവുമില്ലെന്ന് അവൾ പറഞ്ഞു. പോലീസ് എഫ്ഐആർ തയ്യാറാക്കി. ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ജില്ലാ ആശുപത്രിയിൽ കയറ്റിയപ്പോ അവൾ അടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ നിന്നും അർജുനെ വിളിച്ചു. വിവരമറിഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി. വിധി എത്ര ക്രൂരമായിട്ടാണ് ജയകുമാരിയോട് പെരുമാറുന്നതെന്ന് അവൻ ചിന്തിച്ചു. സഹോദരൻ വെടിയേറ്റു മരിച്ചു. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ജയകുമാരി മാരകമായ എയ്ഡ്സ് രോഗിയായി. ഇപ്പോ അച്ഛൻ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. എയ്ഡ്സ് രോഗിയാണെന്ന് കൂടി അവൾ അറിഞ്ഞു കഴിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? പാവം പെൺകുട്ടി. ഇനി ഒരു നിമിഷം പോലും മുംബൈയിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവന് തോന്നി. മുംബൈ നഗരത്തേക്കാൾ വലിയ അധോലോകം കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് പിന്നോട്ട് നോക്കാനില്ലാത്ത താൻ അടിയന്തരമായി ചന്ദ്രഗിരിയിൽ എത്തേണ്ടതാണെന്ന് അവൻ ചിന്തിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല.
അവൻ യാത്ര പുറപ്പെട്ടു. വീട്ടുവളപ്പിൽ ജയദേവന്റെ ശരീരം അഗ്നിനാളങ്ങൾ കവർന്നെടുക്കുമ്പോൾ അപരിചിതനായി അവനും ആൾക്കൂട്ടത്തിൽ നിന്നു. ഭ്രാന്തമായി ബഹളം വെച്ചുകൊണ്ടുനിന്ന ശാരദയെ കൊണ്ടുവന്ന വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആളുകൾ പിരിഞ്ഞുപോയി. മുറിയിലിരിക്കുന്ന ജയകുമാരിക്ക് ചുറ്റും ബന്ധുക്കൾ നിന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. അർജുൻ മുറിയിലേക്ക് കയറി ചെന്നു. ആരാ? അല്പം ദൂരെ നിന്നാണ്. ജയകുമാരി ഒന്ന് കാണണം. അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ജയകുമാരി തലയുയർത്തി നോക്കി. അടുത്ത നിമിഷം ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അതുവരെ കരയാതിരുന്ന ജയകുമാരി ദിഗന്ധങ്ങൾ പൊട്ടുന്ന ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. അവൻ അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, കരയാതെ മോളെ, നീ ധൈര്യം കൈവിടരുത്. അവൾ കരച്ചിൽ നിർത്തി. എല്ലാ കണ്ണുകളും അവന്റെ മുഖത്ത് തറച്ചു നിന്നു. ജയകുമാരി അവന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് സഹദേവനോട് പറഞ്ഞു, വലിയച്ഛ, ഇദ്ദേഹമാണ് അർജുൻ, എന്റെ രക്ഷകൻ, എന്റെ ദൈവം. സഹദേവൻ കൈകൂപ്പിക്കൊണ്ട് പതറിയ ശബ്ദത്തിൽ പറഞ്ഞു, കുഞ്ഞിനെ ഞങ്ങൾ ഒത്തിരി തെറ്റിദ്ധരിച്ചു പോയി, ക്ഷമിക്കണം. അർജുൻ ആ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല വലിയച്ഛ. ഇന്ന് രാവിലെയാണ് ജയദേവൻ കാര്യങ്ങളെല്ലാം എന്നോട് വിശദീകരിച്ച് പറഞ്ഞത്. മോനെ ദൈവം അനുഗ്രഹിക്കും. ഇവക്ക് ഒരു ജീവിതം നൽകിയാൽ ഈ വലിയച്ഛന് സമാധാനമാകും. പാടില്ല. ഇവൾ എന്റെ അമ്മ പ്രസവിക്കാത്ത സ്വന്തം കുഞ്ഞുപെങ്ങളാണ്. നഷ്ടപ്പെട്ട എന്റെ അഞ്ജലിക്ക് പകരം കണ്ടുകിട്ടിയ എന്റെ കുഞ്ഞുപെങ്ങൾ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഏതായാലും കുറെ ദിവസം കഴിയട്ടെ. സഞ്ചയനം കഴിഞ്ഞ് നമുക്ക് അതേപ്പറ്റി ആലോചിക്കാം. ശരി, ഞാൻ എത്തിയിട്ടുണ്ടെന്ന് ആരും അറിയരുത്. പത്രക്കാരും പോലീസുകാരും എന്നെ ശല്യം ചെയ്യും. ഇവളെ രക്ഷിച്ച് ഞാൻ അധോലോകത്തിന്റെ നോട്ടപ്പുള്ളിയാണ്. മോൻ ആരാണെന്ന് ആരും അറിയില്ല. ഈ നിൽക്കുന്നവരെല്ലാം എന്റെ വീട്ടുകാരാണ്. എനിക്ക് വലിയച്ഛനോട് രഹസ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ധൃതിയില്ല, നാളെ മതി. അങ്ങനെ ആവട്ടെ. ചന്ദ്രഗിരി പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകമായിരിക്കുമെന്നാണ് സഹദേവൻ ടൗൺ സബ് ഇൻസ്പെക്ടർ സോമനോട് സംശയം പ്രകടിപ്പിച്ചത്. അദ്ദേഹം അയൽ വീട്ടുകാരെ ചോദ്യം ചെയ്തു. കെട്ടിടത്തിന്റെ ഉടമയെ വിളിച്ചു വരുത്തി ഒളിച്ചോടിപ്പോയ വാടകക്കാരനെ പറ്റി തിരക്കി. പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ അയച്ച് കുറ്റവാളികളുടെ ഫയൽ എടുപ്പിച്ചു. ചന്ദ്രഗിരി കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളുടെ ഫോട്ടോകൾ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെയും അയൽക്കാരെയും കാണിച്ചു. കനകരാജാണ് കള്ളപ്പേരിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നതെന്ന് സബ് ഇൻസ്പെക്ടർ സോമൻ മനസ്സിലാക്കി. കാറിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രികനെയും ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു. സത്യവ്രതൻ. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് ആസ്പദമായ കാരണമെന്ന് അദ്ദേഹം അനുമാനിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കരുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നടത്തി. നഗരത്തിൽ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കാറിന്റെ സ്റ്റിയറിംഗ് വീലിൽ പതിഞ്ഞിരുന്ന വിരലടയാള വിദഗ്ധരെ വരുത്തി എടുത്തു. വാടക വീട്ടിലെ ചില നിർണായക സ്ഥലങ്ങളിൽ നിന്നെടുത്ത വിരലടയാളവുമായി ഒത്തിനോക്കി. രണ്ടും ഒന്നു തന്നെ. പ്രസ്തുത വിരലടയാളം ക്രിമിനൽ ലിസ്റ്റിലുള്ള കനകരാജിന്റെ വിരലടയാളവുമായി ഒത്തുനോക്കി. പോലീസ് വകുപ്പിന് തെറ്റുപറ്റിയില്ല. പ്രതി കനകരാജ് തന്നെ. പ്രതികൾ കരുതിക്കൂട്ടിയ കൊലപാതകമല്ല. അതുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് പെട്ടെന്ന് കടന്നുകളയാൻ സാധ്യതയില്ലെന്ന് പോലീസ് കണക്കുകൂട്ടി. എങ്കിലും സംസ്ഥാനത്തിന്റെ അതിർത്തികളിൽ മെസ്സേജ് നൽകി. പിറ്റേ ദിവസത്തെ പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഒളികേന്ദ്രത്തിൽ ഇരുന്ന് പത്രം വായിച്ച കനകരാജും സത്യവ്രതനും ഞെട്ടിയെങ്കിലും ഒരു സംശയം ബാക്കി നിന്നു. ജയകുമാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ പത്രത്തിലില്ല. ചന്ദ്രഗിരി കേസിൽ കനകരാജിനെ രക്ഷപ്പെടുത്തിയ അഭിഭാഷകൻ കൊട്ടാരത്തിൽ ഗോപിനാഥനുമായി ഉടൻ ബന്ധപ്പെട്ടു. രാത്രിയിൽ തന്റെ വീട്ടിലെത്താൻ കൊട്ടാരത്തിൽ ഗോപിനാഥൻ പറഞ്ഞു. രാത്രി 10 മണിയായപ്പോൾ സത്യവ്രതനും കനകരാജും അഡ്വക്കേറ്റ് കൊട്ടാരത്തിൽ ഗോപിനാഥന്റെ വസതിയിലേക്ക് കുതിച്ചു. വളരെ തിരക്കുള്ള ക്രിമിനൽ വക്കീലാണ് ഗോപിനാഥൻ. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമുള്ളവൻ. ഗോപിനാഥനുമായി കേസ് വാദിക്കാൻ മിക്ക വക്കീലന്മാർക്കും ഭയമാണ്. ഒരു കേസിലും തന്റെ കക്ഷിയെ ശിക്ഷയ്ക്ക് വിധേയനാക്കാത്ത വിശാലമായ ലോകത്തേക്ക് വീണ്ടും പറത്തിവിടുന്ന ഗോപിനാഥന് കേസുകളുടെ എണ്ണം കുമിഞ്ഞുകൂടുകയാണ്. പാതിരാത്രി വരെ കക്ഷികൾ വീട്ടിൽ വന്നു പോകുന്നു. അനേകം പ്രതികൾ ഗോപിനാഥിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ കോടതിയിൽ ഹാജരാക്കി കഴിയുമ്പോഴാണ് പോലീസ് പലപ്പോഴും അമളി മനസ്സിലാക്കുന്നത്. ഗോപിനാഥൻ കൊട്ടാര സദൃശ്യമായ തന്റെ ബംഗ്ലാവിലെ വായന മുറിയിലിരുന്ന് ഒരു കേസിനെ പറ്റി പഠിക്കുകയായിരുന്നു. കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ വേലക്കാരൻ വാതിൽ തുറന്നു. കനകരാജിനെ അവൻ അറിയാമായിരുന്നു. അവൻ അവരെ അഡ്വക്കേറ്റിന്റെ മുറി കാണിച്ചു കൊടുത്തു. എന്താടോ പ്രശ്നം? വീണ്ടും പെൺവാണിഭം നടത്തിയോ?
കള്ളച്ചിരിയോടെ ഗോപിനാഥൻ ചോദിച്ചു. ഇല്ല സർ, ഞങ്ങൾ കാറിൽ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ജയദേവൻ ഞങ്ങളെ കണ്ടു. ഓട്ടോയിൽ പിന്തുടർന്നു വന്ന് ഞങ്ങളെ ആക്രമിച്ചു. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ റിവോൾവർ എടുത്ത് വെടിവെച്ചു. വെടിവെക്കുന്നത് കണ്ട സാക്ഷിയുണ്ടോ? അയാൾ വന്ന ഓട്ടോ ഡ്രൈവർ കണ്ടിട്ടുണ്ടാവണം. അയാൾ നിങ്ങളെ പിന്തുടരാനുള്ള കാരണം പഴയ വൈരാഗ്യമായിരിക്കും. അയാൾ സമരം നടത്തിയപ്പോഴല്ലേ മകൻ വെടിയേറ്റു മരിച്ചത്. കാറിൽ യാത്ര ചെയ്തിരുന്ന നിങ്ങളെ പഴയ വൈരാഗ്യം തീർക്കാനായി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അയാൾ ആക്രമിച്ചു. തോക്കിന് ലൈസൻസ് ഉണ്ടോ? ഇല്ല. തോക്ക് അയാൾ കൊണ്ടുവന്നതായിക്കൂടെ? മൽപ്പിടുത്തം നടന്നപ്പോ അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണ തോക്കെടുത്ത് സ്വയരക്ഷയ്ക്കായി നിങ്ങൾ വെടിവെച്ചു. ആയുധം എവിടെ? എന്റെ കയ്യിലുണ്ട്, ഇങ്ങ് തരൂ. കനകരാജ് ഇടുപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന റിവോൾവർ എടുത്ത് വക്കീലിന്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ വേലക്കാരൻ വാതിലിൽ മുഖം കാണിച്ചു. സർ, പോലീസ്. സത്യവ്രതനും കനകരാജും അതിഭയങ്കരമായി നടുങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.